കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വന്തം മുഖം നോക്കുമ്പോൾ ചെറിയ ചുളിവുകളും തൊലിയിലെ മാറ്റവുമെല്ലാം കണ്ട് എപ്പോഴെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടോ? ക്രീമുകളും സെറങ്ങളും ഉപയോഗിച്ചിട്ടും ചർമ്മത്തിന്റെ ആരോഗ്യവും തിളക്കവും നിലനിർത്താൻ സാധിക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടാറുണ്ടോ? ആയിരക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് പലരും സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. എന്നിട്ടും ഫലം കാണുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക, യഥാർത്ഥ പ്രശ്നം നമ്മുടെ ജീവിതശൈലികളും നാം എന്ത് കഴിക്കുന്നു എന്നതുമൊക്കെയാണ്. ശരീരത്തിലെ പ്രോട്ടീനുകളുടെ 30% വരെ കൊലാജനാണ്. ചർമ്മത്തിന്റെ ഇലാസ്തികതയും അസ്ഥികളുടെയും സന്ധികളുടെയും ആരോഗ്യം നിലനിർത്തിക്കുന്നതിൽ കൊലാജൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ മുടിയുടെയും നഖത്തിന്റെയും തിളക്കത്തിനും ഇത് അത്യന്താപേക്ഷിതമാണ്. പ്രായമാകുന്നതോടെ ശരീരത്തിന്റെ സ്വാഭാവിക കൊളാജൻ ഉൽപാദനം കുറയാൻ തുടങ്ങുന്നു. 20കളുടെ അവസാനത്തോടെ തന്നെ ഈ കുറവ് ആരംഭിക്കാം. 30കളിലും 40കളിലും എത്തുമ്പോൾ ഗണ്യമായി കുറയുന്നു. ഇതോടൊപ്പം മോശമായ ജീവിതശൈലിയും ഭക്ഷണക്രമവും ഈ പ്രക്രിയയെ വേഗത്തിലാക്കുന്നു. പുകവലി, അമിത സൂര്യപ്രകാശം, സ്ട്രെസ്, ഉറക്കക്കുറവ് തുടങ്ങിയവയെല്ലാം കൊലാജനെ ബാധിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ്. ചില ഭക്ഷണങ്ങൾ കൊലാജൻ ഉത്പാദനത്തെ നേരിട്ട് തടസ്സപ്പെടുത്തുകയും നിലവിലുള്ള കൊലാജനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അമിതമായ പഞ്ചസാര, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ, ഫ്രൈഡ് ഫുഡുകൾ, പ്രോസസ്ഡ് മീറ്റുകൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ കൊലാജനെ ദുർബലമാക്കി ചർമ്മത്തിന്റെ ചുളിവുകൾ വേഗത്തിൽ പ്രത്യക്ഷപ്പെടാൻ കാരണമാകും. എന്തിന്, നാം ചെയ്യുന്ന ചർമ്മ സംരക്ഷണം പോലും ഫലപ്രദമല്ലാത്തതായി തീരും. അതുകൊണ്ട് കൊലാജനെ സംരക്ഷിക്കാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ദൈനംദിന ഭക്ഷണക്രമത്തിലെ തെറ്റുകൾ തിരിച്ചറിയുകയാണ്. എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊലാജൻ ഉൽപാദനത്തിന് വിലങ്ങുതടിയാകുമെന്ന് മനസ്സിലാക്കുകയും അവ പരമാവധി അകറ്റി നിർത്തുകയുമാണ് വേണ്ടത്. അത്തരം ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൊലാജൻ ഉത്പാദനത്തെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും മോശമായ ഭക്ഷണങ്ങളിലൊന്നാണ് പഞ്ചസാര. പഞ്ചസാര അമിതമായി കഴിക്കുന്നത് ഗ്ലൈക്കേഷൻ എന്നറിയപ്പെടുന്ന പ്രക്രിയയിലേക്ക് നയിക്കുന്നു. പഞ്ചസാര തന്മാത്രകൾ കൊലാജൻ പ്രോട്ടീനുകളുമായി ബന്ധിപ്പിക്കുകയും അഡ്വാൻസ് ഗ്ലൈക്കേഷൻ ആൻഡ് പ്രോഡക്ട്സ് എന്നറിയപ്പെടുന്ന വിഷപദാർത്ഥങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ പദാർത്ഥങ്ങൾ കൊലാജനെ ദുർബലമാക്കുന്നു. ഇത് ചർമ്മത്തിലെ ചുളിവുകൾക്കും നേർത്ത വരകൾക്കും കാരണമാകുന്നു. ബ്രെഡ്, മധുര പലഹാരങ്ങൾ, ബേക്കറി ഇനങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ ഭക്ഷണങ്ങളിൽ പഞ്ചസാര കൂടുതലാണ്. അതിനാൽ അവയുടെ ഉപഭോഗം പരിമിതപ്പെടുത്തണം. അടുത്തത് വറുത്ത ഭക്ഷണമാണ്. വറുത്ത ഭക്ഷണങ്ങളിൽ അനാരോഗ്യകരമായ കൊഴുപ്പുകളും ഫ്രീ റാഡിക്കലുകളും അടങ്ങിയിട്ടുണ്ട്. അവ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്നു. ഇത് കൊലാജൻ ഉത്പാദനത്തെ കുറയ്ക്കുകയും ചെയ്യും. ഫ്രഞ്ച് ഫ്രൈസ്, വറുത്ത ലഘുഭക്ഷണങ്ങൾ, സംസ്കരിച്ച വറുത്ത മാംസങ്ങൾ തുടങ്ങിയവ അമിതമായി കഴിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കും. ഇത്തരം ഭക്ഷണങ്ങൾ പതിവാക്കിയാൽ എത്ര സ്ക്രബും ക്രീമും ഉപയോഗിച്ചാലും ചർമ്മത്തിന്റെ യൗവനം നിലനിർത്തുകയെന്നത് പ്രയാസവുമാകും. സോസേജുകൾ, പാക്ക് ചെയ്ത മാംസം തുടങ്ങിയ സംസ്കരിച്ച മാംസങ്ങളിൽ സോഡിയം, പ്രിസർവേറ്റീവുകൾ, കൃത്രിമ അഡിറ്റീവുകൾ എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നിർജ്ജലീകരണത്തിന് കാരണമാകുന്നു. കൂടാതെ കൊലാജന്റെ അളവിനെ തടസ്സപ്പെടുത്തുന്നു. അമിതമായ ഉപ്പിന്റെ ഉപഭോഗം ചർമ്മത്തിൽ നിന്ന് ഈർപ്പം ഇല്ലാതാക്കുകയും ചർമ്മത്തിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സംസ്കരിച്ച മാംസങ്ങളോട് അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും. ചായയും കാപ്പിയും കുടിക്കാതിരിക്കുക ഒട്ടുമിക്ക പേർക്കും ബുദ്ധിമുട്ടാണ്. മിതമായ കഫീൻ ഉപയോഗം അപകടകരമല്ല, പക്ഷേ അമിത ഉപഭോഗം ചർമ്മത്തിന് ദോഷകരമാണ്. അമിതമായ കാപ്പി, ചായ അല്ലെങ്കിൽ എനർജി ഡ്രിങ്കുകൾ നിർജ്ജലീകരണത്തിനും ഉറക്കമില്ലായ്മയ്ക്കും കാരണമാകും. കൊലാജൻ ഉത്പാദനത്തിന് ശരിയായ വിശ്രമവും ജലാംശവും ആവശ്യമാണ്. ശരീരത്തിൽ വെള്ളത്തിന്റെയോ ഉറക്കത്തിന്റെയോ കുറവുണ്ടാകുന്നത് കൊലാജൻ ഉത്പാദനം കുറയ്ക്കുകയും ചർമ്മത്തിൽ ചുളിവുകൾ ഉണ്ടാക്കുകയും ക്ഷീണം തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന് അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളാണ്. ഇത്തരം ഭക്ഷണങ്ങളിൽ ദോഷകരമായ ട്രാൻസ് ഫാറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ കൊഴുപ്പുകൾ വീക്കം ഉണ്ടാക്കുകയും ചർമ്മത്തിന്റെ ആരോഗ്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ചെറുപ്പം നിലനിർത്താനും തിളക്കവും ആരോഗ്യമുള്ള ചർമ്മത്തിനും കൊലാജൻ ഉത്പാദനത്തിനും പഴങ്ങൾ, പച്ചക്കറികൾ,
പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ, ധാരാളം വെള്ളം എന്നിവ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും മറക്കരുത്.